വർഷങ്ങളായി ആനപിടുത്തം നിരോധിച്ചിട്ട്, പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ പ്രധാനമായും ആന പിടിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇപ്പം കിളിച്ചു വരുന്നത് ആനപ്പിണ്ടത്തിൽ നിന്നാണ് ഈ സാധനമെല്ലാം. ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളൊക്കെയാണ് ആന കഴിക്കുന്ന സാധനം. നമുക്കിപ്പോ ഒരു പേടി എന്ന് പറയുന്നത് ആന വന്നാൽ പിന്നെ ഇതിലെ കൂടെ ഒന്നും ഇറങ്ങത്തില്ല, അവിടെ നിന്ന് ആന ഇറങ്ങുന്ന ഈ റോഡിൽ നടന്നു വരും, വഴി നടന്നു വരും. അന്ന് ഭയങ്കര വനമായിരുന്നു, ചെറിയ വഴിയായിരുന്നു, വണ്ടി വരത്തില്ല, വണ്ടി വരൂല്ല. നടന്ന് പോന്ന അന്ന് ഞായറാഴ്ച ചെണ്ടയാ ഇവിടെ കുളപ്പുഴ. മൂട്ടിപ്പഴം എന്ന് വെച്ചാൽ പഴുക്കുമ്പോഴും കളറ് വ്യത്യാസം വരും. പച്ച കളർ തന്നെ, ഇതേ കണക്ക് പച്ച കളർ തന്നെ ഇരിക്കുന്ന മൂട്ടിയും ഉണ്ട്. ഓ രാത്രിയൊക്കെ നടന്നു വന്നിട്ടുണ്ട്. ആന വരുമ്പോഴ് വഴിയിലൊക്കെ നിൽക്കും. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇത് വീണ്ടും നമ്മൾ ഗോത്ര വിഭാഗങ്ങളിലെ ചില വിഷയങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. കൊല്ലം ജില്ലയുടെ ഏറ്റവും കിഴക്കേറ്റത്തുള്ള 2 പഞ്ചായത്തുകളിൽ ഒന്നായ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് പെരുവഴിക്കാല എന്ന് പറയുന്ന വനഗ്രാമം. 100 വർഷത്തിലേറെയായി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമാണ് പ്രധാന വിഷയം. കൃഷിയും മറ്റ് ഉപജീവന മാർഗങ്ങളുമായി കഴിച്ചിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഏതായാലും നമുക്ക് അതിന്റെ കാഴ്ചകളും അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് കാണാം. വളരെ മനോഹരമായ ഒരു വനഗ്രാമമാണ് പെരുവഴിക്കാല. അതുപോലെ കൃഷിയുടെ ഒരു ഈറ്റില്ലം കൂടിയാണ്. ഇപ്പോൾ കൃഷി നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ ഒരു അംഗനവാടിയൊക്കെ ഉണ്ട്, അതാണ് ഈ ദൂരെ നിന്ന് കാണുന്നത്. വന്യമൃഗശല്യം മൂലം ഏറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വനഗ്രാമമാണ് പെരുവഴിക്കാല. അതായത് അവിടുത്തെ വനഗ്രാമത്തിൽ തന്നെ ആളായ ഗോത്രഭാഗത്തിൽപ്പെടുന്ന ഒരു സന്തോഷ് എന്റെ സുഹൃത്താണ്. അദ്ദേഹം അവിടുത്തെ ഫോറസ്റ്റ് വാച്ചറാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് കുറച്ചുപേരെയൊക്കെ കണ്ട് അവിടുത്തെ പ്രശ്നങ്ങളും അവിടുത്തെ ദുരിതങ്ങളും ഒക്കെ എന്താണെന്ന് ചോദിച്ചറിയാം. പെരുവഴിക്കാല ആദിവാസിയായ ഞാൻ സന്തോഷ്, എന്റെ പേര്. 85 വീടുണ്ട്, 85 100 ജനിച്ചപ്പോഴേ ഇവിടെ തന്നെ. ഞാനൊക്കെ ടെക്നിക്കൽ സ്കൂളിൽ കല്ലോട്ടാംകുഴിയിൽ പഠിച്ചു, ഡിപ്പോയിലൊക്കെ പഠിച്ചു. അപ്പൊ നമ്മളെ വാച്ചറിന്റെ പരിപാടി തുടങ്ങിയിട്ട് എത്ര ആളായി? ഫോറസ്റ്റിന്റെ ഇപ്പൊ 1 വർഷമായി. നമുക്കിപ്പോ ഈ ആനയുമായി ബന്ധപ്പെട്ട് കിടങ്ങൊക്കെ ഇപ്പൊ എടുത്തിട്ടുണ്ടല്ലോ, എത്ര ആളായി കിടങ്ങ് എടുത്തിട്ട്? ഇപ്പൊ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ആനശല്യം ഉണ്ട്. ആനശല്യവും നമ്മള് വന്ന് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ആനശല്യം ഉണ്ട്. ആൾക്കാർക്ക് പിള്ളേർക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് എല്ലാം പാവപ്പെട്ടവരാ. ആ ജംഗ്ഷൻ ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം എല്ലാം ആനശല്യം തന്നെയാണ് മുഖ്യം. പിന്നെ ഈ മ്ലാവ് ആനയെ അക്രമം ഉണ്ടോ? അക്രമമുണ്ട്. കൃഷി നശിപ്പിക്കുന്നു. ഇവര് ട്രെഞ്ച് എടുത്തൊന്നും കാര്യമില്ല. ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടാലും ഉണ്ടോ? ഇവിടെ ആക്രമിക്കപ്പെട്ടവരുണ്ട്. ഉണ്ടല്ലേ? രാത്രി കാലങ്ങളിലൊക്കെ ആനയൊക്കെ ശല്യം കൂടുതലാണ്. മെനഞ്ഞാന്നാണോ ആന ഇറങ്ങിയത്? മെനഞ്ഞാന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതേ ഭാഗത്തായിരുന്നു ആന ഓടിച്ചത്? ഡീസന്റ് ബുക്ക് വരുന്ന ഭാഗത്ത് നമ്മളിങ്ങോട്ട് ഇറങ്ങി വരുന്ന ഭാഗം. ആനശല്യം രൂക്ഷമാണ്. കിടങ്ങ് നല്ല കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നല്ലേ? അളവ് കറക്റ്റ് അല്ലേ കിടങ്ങിന്റെ? കടുവയൊക്കെ എന്നെ മുകളിൽ ചാടുമല്ലേ? കടുവ ചാടും, മ്ലാവ് ചാടും. മ്ലാവ് രൂക്ഷം. ആന മാത്രമേ ഉള്ളു ക്രോസ് ചെയ്ത് ഇറങ്ങാത്ത. ആന ഇറങ്ങുന്നുണ്ട്. ട്രെഞ്ച് ഫുള്ളില്ല കേട്ടോ, അവിടെ വരെ ഉള്ളു കേട്ടോ ട്രെഞ്ച്. ട്രെഞ്ച് കഴിഞ്ഞ് പിന്നുള്ള ഭാഗം ആന ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുളത്തൂപ്പുഴയിലാണ്. കുളത്തൂപ്പുഴയിലെ പെരുവഴിക്കാല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഗ്രാമം വളരെ വർഷങ്ങളായിട്ട് 10-100 വർഷമായിട്ടുള്ള ഉന്നതിയാണ്. ഇവരെല്ലാം ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് താമസിക്കുന്നത്. ആദിവാസികൾ കാണിക്കാർ. അപ്പോൾ സന്തോഷ് ഇവിടുത്തെ വാച്ചറാണ്, ഫോറസ്റ്റ് വാച്ചറാണ്. അപ്പോൾ ഈ ഉന്നതിയിലെ വിശേഷങ്ങളൊക്കെ അറിയാനും വനപ്രദേശത്ത് താമസിക്കുന്ന അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അറിയാനും ഒക്കെയാണ് വന്നത്. 2 ദിവസമായിട്ട് ആനകൾ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങുന്നുണ്ട്. എപ്പോഴും ആനയുള്ള സ്ഥലമാണ് പെരുവഴിക്കാല. അപ്പോൾ പെരുവഴിക്കാല ഇങ്ങനെ ഒരുപാട് അധികം ആരും വന്ന് ഇവിടുത്തെ വിഷയങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും ആനയൊക്കെ ഇറങ്ങുമ്പോൾ വന്ന് കാണിക്കും, പോവും, അത്രേ ഉള്ളൂ. സന്തോഷിന്റെ കൂടെ പെരുവഴിക്കാലയിലെ വിശേഷങ്ങൾ അറിയാമെന്നാണ്. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് റേഞ്ച്, കുളത്തൂപ്പുഴ റേഞ്ചിൽ വരുന്ന ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം, എല്ലാ വന്യമൃഗങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉന്നതിയിലെ കാര്യങ്ങളും അവരുടെ അറിയാം. പെരുവഴിക്കാലയിലെ ഉന്നതിയുടെ സമീപത്ത് കൂടിയാണ് കിടങ്ങെടുത്തിരിക്കുന്നു, ആനകൾ ഇറങ്ങാതെ. പക്ഷെ ആന ഇറങ്ങിയില്ലെങ്കിലും മറ്റ് മ്ലാവും കടുവയും പുലിയും ഒക്കെ ചാടി അപ്പുറത്ത് വീഴുമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ റേഞ്ചിലെ പ്രധാനപ്പെട്ട വനമേഖലയാണ് പെരുവഴിക്കാല. അപ്പോൾ ഉന്നതിയിലൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് സോഷ്യൽ ഫോറസ്റ്റ് അല്ലേ? എല്ലാം സോഷ്യൽ ഫോറസ്റ്റും വൈൽഡ് ലൈഫും. നമുക്ക് ആദിവാസികൾ എന്ന് വെച്ചാൽ ഇവിടെ വരെ ട്രെഞ്ച് ഉള്ളു. കാണിച്ചു തരാം. കണ്ട മ്ലാവൊക്കെ ഇറങ്ങുന്നേ.
വന അതിർത്തിയിൽ കൂടി നടക്കുകയാണ്. എൻ്റെ കൂടെ സന്തോഷമുണ്ട്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും. ആഞ്ഞിലിക്കൊക്കെ ഇഷ്ടംപോലെ വീണ് നടക്കുന്നുണ്ട്. ട്രെഞ്ച് ഇവിടം വരെ എടുത്തിട്ടുണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് അപ്പോൾ ഇവിടം വരെയാണ് ട്രെഞ്ച്. വില്ലക്കട മൃഗങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പറ്റുമല്ലോ, മഴ പെയ്തോണ്ടേ. ഈ വീട് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് വീടൊന്നുമില്ല. വീടില്ല. ഇത് അങ്ങ് ചുറ്റോടൊരു ട്രെഞ്ച് പോയി. ഇവിടെ ട്രെഞ്ച് ഇല്ല കേട്ടോ. ഇത് നമ്മുടെ ഈ നാട്ടുകാരെ ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്ന വഴിയാണോ? പിണ്ടോക്കെ നേരത്തെ ഉള്ള പിണ്ടോ? അതൊക്കെ നേരത്തെ ആന പോകുമ്പോ അറിയാം കേട്ടോ. അങ്ങനെ മൂട്ടിപ്പഴത്തിന്റെ ഒരു മരമാണ്. പരുവായില്ല കഴിക്കല്? പറിച്ചോ, കുഴപ്പമില്ല. അതിനെന്തുവാ പരുവായൊന്നും കഴിക്കാൻ ഇല്ലല്ലേ? കയ്പ ഇതായിരിക്കും, പുളി മൂട്ടിക്കായ. വനത്തിൽ വരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉരകങ്ങൾ, രാജവെമ്പാല ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സ്ഥലമാണ് ഇത്. പിന്നെ അല്ലാതുള്ള മൃഗങ്ങളെ, കടുവ, ഇത് എല്ലാം ശല്യമുണ്ട്. പിന്നെ വനത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് പിന്നെ പോവുക. പ്രത്യേകിച്ച് ഔട്ടേഴ്സ് വനത്തിൽ കയറാതിരിക്കുക, വഴി അറിയാത്തവർ. അവിടെ സമീപത്തുള്ള വാച്ചർമാരുമായിട്ടും ഫോറസ്റ്റുകാരോട് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഉള്ളവർക്ക് ഇത് കാടിനെ കുറിച്ച് ഒന്നും അറിയാത്തവരാരും കാട്ടിൽ വരരുത്. അതാണ് പെരുവഴിക്കാല ഉന്നതിയുടെ ബോർഡർ പ്രദേശം കിടങ്ങ് കിടക്കുന്നതിന്റെ ഭാഗം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് പെർമിഷൻ ഒക്കെ എടുത്ത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വാച്ചർമാരോടെ പോയി കഴിഞ്ഞാൽ വനമൊക്കെ കാണാൻ അത്യാവശ്യമുള്ളവർക്ക് എല്ലാവർക്കും കാണാം, സുരക്ഷിതമായിട്ട് പോകാം. പാസ് എടുത്ത് നമുക്ക് പോവാം. അതിന് തമ്മല അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. ആനകളാണ് ഇവിടെ ഉള്ളത്. തണുപ്പ് പ്രദേശം, എപ്പോഴും വേനൽക്കാലത്ത് നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് പിന്നെ ആനശല്യം കൂടുതലാണ്. മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതാണ് കാട്ടുമാങ്ങയുടെ തൈ. മൂട്ടിത്തൈ ഉണ്ടെന്ന് തോന്നില്ല? മുട്ടിത്തൈ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെ തൈകളുണ്ടല്ലേ? കാട്ടുമാങ്ങയുടെ തൈ ഇതാണ് ഇപ്പൊ കിളിച്ചു വരുന്നത്. ആനപ്പിണ്ടത്തിൽ നിന്നാണ് ഈ സാധനം എല്ലാം. ഭക്ഷ്യയോഗ്യമായ സാധനങ്ങളൊക്കെയാണ് ഇത്. ആന കഴിക്കുന്ന സാധനം ഒരു 60% ദഹനത്തിന് ശേഷം ബാക്കിയെല്ലാം വീണ് വിത്ത് കിളിക്കുമല്ലോ. അതെ. പിന്നെ മരങ്ങളാവും, ചെടികളാവും, അത് മറ്റുള്ള ജീവികൾക്ക് ഭക്ഷണമാവും. നമ്മൾ കഴിക്കുന്നല്ലയോ? ആണോ? നല്ല. അത് ശരി. ഇത് നമ്മള് ആളുകൾ പറിക്കാൻ വരാൻ ഇവിടെ പറ്റാത്തോണ്ട് വരാത്തല്ലയോ? ഇത് മറ്റേ നമ്മുടെ കുടക്കുമ്പളിൽ നടക്കണം നമ്മള്. അടിപൊളി. ഞാൻ കാണിക്കാം. വേണ്ട, നല്ല ഉമ്മളായിരുന്നു ഇത്. കറി വെച്ച് കഴിക്കാം. കറി ചെയ്ത് നമ്മളല്ലേ ഇത്? എങ്ങനെ കേട്ടിക്ക് ആർക്കെങ്കിലും കൊടുക്കാറ് ഐറ്റംസ് ഉണ്ട്. ഇതിന്റെ മൂട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ പഴുക്കുമ്പോഴും കളർ വ്യത്യാസം വരും. പച്ച കളർ തന്നെ, ഇതേ കണക്ക് പച്ച കളർ തന്നെ ഇരിക്കുന്ന മൂട്ടിയും ഉണ്ട്. ഉണ്ടല്ലേ? ഇതിനകത്ത് ഇരിക്കുന്ന ഒരു മഞ്ഞ കളർ പോലെ ഇരിക്കുന്നു, അതാ ചോദിച്ചത്. എല്ലാം ഉണ്ട്. ഇത് വ്യത്യാസം മൂട്ടി പല മൂട്ടിക്കും പല വ്യത്യാസം വരും. ഇത് പഴുത്തിട്ടില്ല എങ്കിലും പഴുത്ത് വരുന്നുണ്ട്. പഴുത്താലും പച്ച കളർ തന്നെ, ഗ്രീൻ. അതേപോലെ സാധനം പല ഐറ്റം. ഗ്രീൻ മീഡിയ സാധനങ്ങൾ കഴിക്കും. കരടി കഴിക്കുമോ? എല്ലാം അണ്ണാന കൂടുതലും. ആണല്ലേ? ആനയും ബാലിയൊക്കെ ഇവിടെ ഇഷ്ടം പോലും. ആമ, കാട്ടാമ. ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പുകുട്ടൻ കാണി. എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഇവിടെ എന്റെ ജനന ഇവിടെ തന്നെയാ. അപ്പൊ ഇവിടെ ഒരു 100 വർഷമായിട്ട് താമസക്കാരുണ്ടോ ഈ പെരുവഴിക്കാലയില്? ഉണ്ട്. ഭയങ്കര വനമായിരുന്നു. അന്ന് ഭയങ്കര വനമായിരുന്നു. പ്ലാന്റേഷൻ ഒന്നും ആയില്ല അന്ന്. ഭയങ്കര വനമായിരുന്നു. വന്യമൃഗങ്ങളൊക്കെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആനയുണ്ട്, പിന്നെ ഈ കാട്ടുപോത്തുണ്ട്. ഈ അടുത്ത സമയത്താണ് ഈ വന്യമൃഗങ്ങളെ ശല്യം കൂടിയത്. അടുത്ത സമയത്താണ്. ഇപ്പൊ ഈ കിടങ്ങ് കുഴിച്ചുകൊണ്ട് ഇപ്പൊ ഇത് ചെറുതായിട്ട് ഇത്തിരി കുറവുണ്ട്. കൊച്ചാടന്റെ ചെറുപ്പകാലത്തൊക്കെ എങ്ങനെയായിരുന്നു? നടന്നൊക്കെ ഇവിടുന്ന് നടന്ന് അന്ന് ഭയങ്കര വനമായിരുന്നു. ചെറിയ വഴിയായിരുന്നു, വണ്ടി വരൂല്ല. നടന്ന് പോന്ന അന്ന് ഞായറാഴ്ച ചന്തയാ ഇവിടെ കുളപ്പുഴ. നടന്നു പോയിട്ട് അവിടെ തിരിച്ച് നടന്നു വരും. രാത്രി നടന്നു വന്നിട്ടുണ്ടോ അതുവഴി? രാത്രിയൊക്കെ നടന്നു വന്നിട്ടുണ്ട്. ആന വരുമ്പോഴ് വഴിയിലൊക്കെ നിക്കും. ഏത് സ്കൂളിലാ പഠിച്ചത്?
ഇവിടെ 50 ഏക്കറില് 50 ഏക്കറില് വില്ലുമല സ്കൂൾ, പഴയ സ്കൂളാണ്. പഴയ സ്കൂളാ. അന്ന് 3ാം ക്ലാസ് വരെ ഉള്ളു. ഞാൻ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. നമുക്ക് 3ാം ക്ലാസ്സിനേക്കാളും കൊണ്ട് പ്രകൃതിയിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് നല്ല വിവരം ഉണ്ടല്ലോ. അന്നത്തെ 3ാം ക്ലാസ് വലിയതാ. 3ാം ക്ലാസ്സിൽ പഠിച്ചാ പണ്ട് 85 വയസ്സ് കറക്റ്റ്. അസുഖങ്ങളൊന്നും ഇല്ലല്ലോ, നടക്കാൻ വയ്യാത്ത ഷുഗറും പ്രഷറും ഒന്നും ഇല്ല. പ്രഷറുണ്ട്, അതിന് ഗുളിക കഴിച്ചോണ്ടിരിക്കുക. ഈ ഉന്നതിയിൽ എത്ര ആൾക്കാരൊക്കെ താമസം ഉണ്ടായിരുന്നു അന്ന്? ഇവിടെ ഒരു 10-25 ആൾക്കാരുടെ താമസം ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ 10-50 വീട്ടുകാരുണ്ട് ഇവിടെ. നമുക്ക് കൃഷിപ്പണിയൊക്കെ ആയിരുന്നല്ലേ? അന്ന് കൃഷിപ്പണിയായിരുന്നു. വസ്തുവൊക്കെ ഒരുപാടുണ്ടോ? പിന്നെ വസ്തു എനിക്ക് ഇവിടെ 6 ഏക്കറുണ്ട്. അത് പിന്നെ പിള്ളേർക്കെല്ലാം മേടിച്ചു കൊടുത്തിട്ട് പിന്നെ എന്താ പട്ടയമുള്ളതല്ലേ? താൽക്കാലിക പട്ടയമുണ്ട്. നമുക്ക് പിന്നെ മറ്റേ കച്ചവടം ചെയ്യാനൊക്കില്ല. പിന്നെ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാം. തേർഡ് പാർട്ടിക്ക് ഒന്നും കച്ചവടം ചെയ്യാൻ പറ്റത്തില്ല. കൃഷി കൊണ്ട് ജീവിച്ചു. അതെ, 4 വർഷം വരുന്നുണ്ട് ആനകള്. പെരുവഴിക്കാല 7ാം വാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ മൊത്തം മൃഗത്തിന്റെ ശല്യം തന്നെ. വരുന്ന വഴിയിലും പിന്നെ ഇവിടെ മെനഞ്ഞാന്ന് ഇവിടെ ആന വന്നായിരുന്നു, മേടിയൊരു ആന വന്നായിരുന്നു, ഒരു അടയ്ക്കാരൊക്കെ ഇടക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വരും, ആന ഇറങ്ങും. ആ ഭാഗത്ത് കൊപ്പമില്ല, ആന കടങ്ങില്ല. നമ്മൾ ആന കടങ്ങെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അക്കരെ ആപ്പം വരെ ഉള്ളൂ. അതിന്റെ വരെ പോയായിരുന്നില്ലേ? അങ്ങോട്ട് ഇല്ല. അവര് സോളാർ ഫെൻസിങ് വലിക്കുന്ന പറഞ്ഞിട്ടത്. ഇതൊരിക്കലും ആര് വലിച്ചില്ല. ഇന്നലെ അതിന്റെ അളവൊക്കെ വന്ന് എടുത്തെന്ന് പറയുന്നത്, ഇങ്ങോട്ട് വന്നില്ല. ഇവിടെ ഭയങ്കര മ്ലാവ് ശല്യമാണ് ഇപ്പൊ. കിടങ്ങ് എടുത്തിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? കിടങ്ങ് എടുത്തത് ഇതിലെ കൂടെ ആന നേരത്തെ ഇവിടെ ആന ഈ കിടങ്ങ് എടുക്കും മുന്നേ ഇവിടെ വന്ന് മേലൊരു പ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ വന്ന് ചക്കയൊക്കെ പറിച്ച് തിന്നായിരുന്നു. ചക്കയുള്ള ഉണ്ടാ വരുന്നത്. ചക്ക സീസൺ അല്ലേ ഇപ്പം? കിടങ്ങെടുത്ത ശേഷം ആന വരുന്നില്ല. പിന്നെ മറ്റേ മൃഗങ്ങൾ ശല്യമുണ്ട്. പക്ഷെ ഇപ്പം ആന ഇറങ്ങുന്നുണ്ട്. അങ്ങ് മേലില് അവിടെ പോയിട്ടില്ലേ, അവിടെ ഇറങ്ങുന്നുണ്ട് ആന. ഫെൻസിങ് ഒന്നും ഇല്ല, കിടങ്ങും ഇല്ല. നമുക്കിപ്പോ ഒരു പേടി എന്ന് പറയുന്നത്, ആന വന്നാൽ പിന്നെ ഇതിലെ കൂടെ ഒന്നും ഇറങ്ങത്തില്ല. അവിടെ നിന്ന് ആന ഇറങ്ങിയെന്ന് ഈ റോഡിൽ നടന്നു വരും. ഡേഞ്ചറാ അത്. കാരണം രാത്രിയൊക്കെ പിള്ളേരൊക്കെ ബൈക്കിലോ നടന്നൊക്കെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ആന അവിടെ ഇറങ്ങിയിട്ട് നേരെ റോഡ് നടന്നു വരും. അപ്പൊ ഈ മഴക്കാലം കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഒരു ദിവസം അക്കരത്തെ പയ്യൻ നടന്നു പോയപ്പോഴത്തേക്ക് ആനയുടെ മുമ്പ് ചെന്ന് കയറി. ഒന്നും ചെയ്തില്ല. പക്ഷെ ഇവൻ ആനയെ കണ്ട് ഓടി വീണ്. പിന്നെ ആന അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അപ്പൊ ഒരു വണ്ടി എന്നോട്ട് രക്ഷപ്പെട്ടു. കാട്ടുപോത്തിന്റെ ശല്യമുണ്ട് വരുന്ന വഴിക്ക്. കടമാൻ പല ആൾക്കാരും പറയുന്നുണ്ട്, പുലിയെ കാണുന്നുണ്ട്, കരടിയെ കാണുന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടില്ല. എല്ലാവരും കണ്ടിത് കാണിക്കത്തില്ല. ചില ആൾക്കാർ കാണുന്നുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. മ്ലാവിന്റെ ശല്യം ഇപ്പോഴും ഭയങ്കര ശല്യം. ഇവിടെ തന്നെ ഒരു പപ്പാലം തിന്ന് മാവിന്റെ തിരുതി മൊത്തം കൊണ്ട് തിന്നിട്ട് പോയി. ഈ കടങ്ങെടുത്താൽ ഇത് ചാടി ഇനി വരും. മ്ലാവേ ആന മാത്രമേ ഇറങ്ങത്തുള്ളൂ. പന്നിയും ആന ഇറങ്ങത്തില്ല. പക്ഷെ ഈ മ്ലാവ് ചാടി വരും. വർഷങ്ങളായി ആനപിടുത്തം നിരോധിച്ചിട്ട്, പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ പ്രധാനമായും ആന പിടിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കാണിച്ചു തരാം. വാരിക്കുഴി തീർത്തിട്ടാണ് ആനകളെ പിടിക്കുന്നത്. വാരിക്കുഴി ഉണ്ടാക്കി മുകളിൽ കല്ലും മണ്ണുമൊക്കെ നിരത്തിയിട്ട് ഇലയൊക്കെ വെച്ചാണ് ആന വരുമ്പോൾ വീഴും. അതിൻ്റെ ഒരു കുഴിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സന്തോഷം പറഞ്ഞിട്ടാണ് ഞാൻ ഈ കുഴിയാണ് നല്ല വിട്ടുപോയനെ കേട്ടോ. ആനകളെ പിടിക്കുന്ന കുഴിയാണ് വാരിക്കുഴി എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. ഈ കാട്ടാനകളെ പിടിച്ച് മെരുക്കാനായിട്ട് അന്ന് ഇങ്ങനെയുള്ള വാരിക്കുഴികളിലാണ് ആന ഇടുന്നുണ്ട്. ഈ ആന വീഴും. അധികമായിട്ട് പൊക്കമൊന്നുമില്ല. എത്ര അടിയാണ്? 10-12 അടി, 15 അടിക്കകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആനപിടുത്തത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന വാരിക്കുഴി. ഇതാണ് നമ്മുടെ പെരുവഴിക്കാല ഉന്നതിയിലേക്ക് പോകുന്ന സ്ഥലത്ത്. ഇത് മൂന്നാനക്കുഴി എന്നാണ് പേര്, അല്ലയോ? മൂന്നാനക്കുഴി എന്ന് പറഞ്ഞാൽ 3 ആനകളുണ്ട്. ആന ഏത് ഭാഗത്തുനിന്ന് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ കുഴി തന്നെ വീഴും. ആ കുഴി ഇതുവരെ നികർന്നിട്ടില്ല, നികത്താതിട്ടിരിക്കുകയാണ്. ഇനിയൊരു ആനപിടുത്തമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ പെരുവഴിക്കാലയിലെ നമ്മുടെ കുളത്തൂപ്പുഴ റേഞ്ചിൻ്റെ പ്രധാന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാനക്കുഴി കൂടി നമ്മൾ കാണിച്ചിട്ട് പോവുകയാണ്. ഇതാണ് വാരിക്കുഴി. ആനകളെ പിടിക്കാനായിട്ട് പണ്ട് വനത്തിൽ നിർമ്മിച്ചിരുന്ന കുഴിയാണ് കാണുന്നത്. അപ്പോൾ അതുകൂടി കാണാത്ത പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആരും കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. ആനകളിലേക്കടെ അപ്പോൾ ഒരുപാട് നടന്നു വരുന്നൊരു സ്ഥലമായിരിക്കും അല്ലേ. ആന പ്രധാനമായിട്ടും വരുന്ന വഴിയിലായിരിക്കുള്ള വാരിക്കുഴി. അപ്പോൾ ഇവിടെയൊക്കെ അന്ന് ഇവിടെ വനപ്രദേശവും ഇവിടെ വഴികളൊന്നും ഇല്ലായിരുന്നു. ആനകൾ മാത്രം സഞ്ചരിക്കുന്ന ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കുഴി 3 ആനയുടെ കൂട്ടമായിട്ട് വരുമ്പം ഏതെങ്കിലും ഒരു ആന ഇത് വീണിരിക്കും.